ഇന്ന് ലൈവില് ഈ ആര്യനും അനുമോളും തമ്മിലൊരു ഇഷ്യൂ. അത് ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് ലൈവിനകത്ത് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അടിച്ചു എന്ന തരത്തില് ഭയങ്കരമായിട്ട് നൂറയും ആദിലയും ഒക്കെ ദേഷ്യപ്പെടുന്നത് ലൈവിനകത്ത് ഞാൻ കണ്ടിരുന്നു. ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തത്. കാരണം നമ്മള് ഫിനാലെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ചും ഇല്ലാത്തൊരു കാര്യം പറയാൻ പാടില്ല. നമുക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓഡിയൻസ് അത് കണ്ടു കഴിഞ്ഞാൽ അത് കുറേ പേരെങ്കിലും ചിലപ്പോൾ വിശ്വസിക്കും. പിന്നീട് ഞാൻ വന്നിട്ട് എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്ന വീഡിയോ അത്രയും പേര് കാണണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എപ്പിസോഡ് കൂടി വരട്ടെ, ഒരു ക്ലാരിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രം ആ വിഷയത്തിൽ പ്രതികരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ സമയത്ത് വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല. എപ്പിസോഡ് വന്നപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതായത് ഒരല്പം ഫിസിക്കലായിട്ട് ആര്യൻ അനുമോളടുത്ത് പെരുമാറിയിട്ടുണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വ്യക്തമാണത്. അതായത് ഇവരാദ്യം ഇദ്ദേഹത്തിന് ഡ്രാമയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ഓടിപ്പോയത് ഈ അനുമോളും അതുപോലെ നൂറയും ആദിലയും അനീഷും സാബുമാനും ഒക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഷാനവാസിനെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നന്മമരങ്ങളായിട്ട് ആര്യനും അക്ബറും ഒക്കെ നെവിനും കൂടെയൊക്കെ വന്നപ്പോൾ ഇവർ തടഞ്ഞു. വേണ്ട, നിങ്ങൾ ഇനി പിടിക്കണ്ട, നിങ്ങൾ ഡ്രാമയെന്ന് പറഞ്ഞല്ലേ, ഇനി നിങ്ങൾ തൊടണ്ട, ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇവർ തടഞ്ഞു. ആ സമയത്ത് ആര്യൻ അനുമോളുടെ അടുത്ത് ഒരല്പം ഫിസിക്കലായി, അനുമോളുടെ കൈ പിടിച്ച് ട്വിസ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ കണ്ടു എപ്പിസോഡിനകത്ത്. പക്ഷെ അനുമോൾ പരാതിപ്പെട്ടതായിട്ടൊന്നും എവിടെയും കണ്ടില്ല. അതിന്റെ പേരിൽ വലിയ പരിക്കുകളൊന്നും ആൾക്ക് പറ്റിയതായിട്ടും കണ്ടിട്ടില്ല. പക്ഷേ അത് ആ ഒരു പ്രവൃത്തി കുറച്ച് ഓവർ അഗ്രസീവ് ആയിരുന്നു എന്നത് വ്യക്തമാണ്. ആദിലയും നൂറയും പിന്നീട് പറയുന്നുണ്ട്, അവൻ ഞങ്ങളടുത്താണ് അങ്ങനെ കാണിച്ചെങ്കിൽ വിവരം അറിഞ്ഞനെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആദിലയും നൂറയും ഭയങ്കരമായിട്ട് ആര്യന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുകയും വഴക്കിടുകയും ഒക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അനുമോളുടെ അടുത്തുള്ള ആര്യന്റെ ഒരു പ്രവൃത്തി ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ട് തന്നെ ആയിരുന്നു എന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അതും വേണ്ട വിധത്തിൽ ചർച്ചയാകാതെ പോയി എന്നത് കാണാം. പിന്നെ പ്രത്യേകിച്ച് അനുമോൾ പരാതിയൊന്നും പറയാത്തത് കൊണ്ടുകൂടി ആയിരിക്കാം. എന്തായാലും അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഇന്ന് അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തമാവുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.